ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കടവന്തറ ഫയർ സ്റ്റേഷനിലേക്ക് ആ ഫോൺ കോൾ എത്തിയത്. മടിച്ചില്ല, ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് പാഞ്ഞു. രാത്രി ഫയർഫോഴ്സ് യൂണിറ്റ് പോകുന്നത് കണ്ട് നമ്മുടെ ക്യാമറമാൻ വേണുവും പിന്നാലെ കൂടി. എത്തിയത് പൊറ്റക്കുഴിയിലെ ഒരു വീടിന് മുന്നിൽ. അവിടെ കൂടിയുന്ന ചെറുപ്പക്കാർ ഓടി വന്ന് പറഞ്ഞു, ദേ ഇവിടെയാണ് പോയത്. കയ്യിൽ കരുതിയ ക്യാച്ചറുമായി രക്ഷാസേന ഇറങ്ങി. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കാനയിൽ പോയ മൊബൈൽ ഫോൺ എടുക്കാനാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് കാണുകയായിരുന്നു ഷൈൽ. ഇന്ത്യ കളി ജയിച്ച ആവേശത്തിൽ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടതാണ്. വീണത് സ്ലാബിന്റെ വിടവിലൂടെ കാനയിലേക്ക്. ആ ചെറിയ വിടവിലൂടെ ക്യാച്ചർ ഉള്ളിലേക്കിട്ട് മൊബൈൽ ഫോൺ പൊക്കി. എന്നാൽ വീണ്ടും ഇത് താഴേക്ക് തന്നെ വീണു. ഒടുവിൽ ക്യാച്ചറിന് മുന്നിൽ ഒരു കവർ കെട്ടിയിട്ടുള്ള നീക്കമാണ് വിജയിച്ചത്. കാനയിൽ വെള്ളമില്ലാതിരുന്നതിനാൽ ഫോണിന് കുഴപ്പമൊന്നുമില്ല. ഷൈൽ ഹാപ്പിയായി. പെട്ടെന്ന് ഫോണെടുത്ത് പോക്കറ്റിടാന്ന് നോക്കിയപ്പോ ഫോൺ തെറിച്ച് താഴത്തോട്ട് പോയി. അപ്പൊ അങ്ങനെ കുത്തിപ്പോയത്. അപ്പൊ പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിളിച്ചപ്പോ ഫയർഫോഴ്സ് വന്ന് എടുത്തു. അങ്ങനെ വിഷമിച്ചു നിന്ന നമ്മുടെ ഷൈലിനെ ഹാപ്പിയാക്കി ഫയർഫോഴ്സ് മടങ്ങി. ആരും ഹാപ്പി അല്ലാതായിരിക്കരുതല്ലോ. ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിന്നിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിയയുണ്ടൊപ്പം. ഗുഡ് മോർണിംഗ് റിയ. അപ്പോൾ ഒരാൾ ഹാപ്പിയായി, പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. അതെ, സംഭവം എന്താ വെച്ചാൽ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര ആവേശം അങ്ങ് വന്നു. അപ്പോൾ ഫോണൊക്കെ ആവേശത്തിൽ കൈ കടിക്കാനും ഒന്ന് ആർപ്പ് വിളിക്കാനൊക്കെ വേണ്ടിയിട്ട് ആള് ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടതാണ്. ഈ ആവേശത്തിനിടയിൽ പോക്കറ്റ് ഒന്ന് മാറിപ്പോയി, നേരെ സ്ലാബിൻ്റെ ഇടയിലെ ഗ്യാപ്പിലേക്ക് തന്നെ ഫോൺ വീണു. കഷ്ടകാലം തന്നെ പറയണല്ലോ. അപ്പോൾ പിന്നെ പരമാവധി അതൊന്ന് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി, പക്ഷേ വിജയിച്ചില്ല. അവസാനം ആരോ പറഞ്ഞു ഫയർഫോഴ്സിനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണ് കേരള ഫയർഫോഴ്സിനെ ഷൈൻ വിളിക്കുന്നത്. വിളിച്ച പാടി ഫയർഫോഴ്സ് എന്തായാലും വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തി. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് പൂച്ചയൊക്കെ മെട്രോ പില്ലറിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഫയർഫോഴ്സ് വരികയും എടുത്ത് താഴെ ഇറക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരുപാട് ജോലികൾ കൊച്ചിയിൽ ഫയർഫോഴ്സ് ചെയ്തു കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ ഷൈലിൻ്റെ ഫോൺ ഓടയിൽ വീണതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി എടുത്തു കൊടുത്തത്. ക്യാച്ചർ ഉപയോഗിച്ചെടുത്തു. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഫോണിന് വേറെ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. 2-3 തവണ തിരിച്ച് താഴെ ഓടയിലേക്കൊക്കെ വീഴുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു കവറൊക്കെ ഇട്ട് കൃത്യമായി തന്നെ ഫോൺ എടുത്ത് ഷൈലിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊരു ഉപദേശം കൂടി ഷൈലിന് കൊടുത്തിട്ടുണ്ടാവണം എന്തായാലും ഫയർഫോഴ്സ്. ഈ ആവേശത്തിലൊക്കെ പറഞ്ഞതുപോലെ ഫയർഫോഴ്സ് ഷൈലിനെ ഹാപ്പിയാക്കി. കേരള ഫയർഫോഴ്സിന് നന്ദി പറഞ്ഞ് ഷൈലും കൂട്ടുകാരും മടങ്ങുകയും ചെയ്തു. അതാണ് ഇന്നലെ രാത്രി കടവന്തറയിൽ ഉണ്ടായത്. ഇത് നമ്മുടെ ക്യാമറമാൻ വേണുവാണ് ഈ ഫയർഫോഴ്സ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ട് പിന്നാലെ എന്തെങ്കിലും തീപിടുത്തമൊക്കെ ആണോ എന്നറിയാൻ പോയതാണ്. ചെന്നപ്പോഴാണ് ഒരു ഫോൺ എടുത്തു കൊടുക്കാൻ പോയതാണെന്ന് അറിഞ്ഞത്. എന്തായാലും രസകരമായ കാഴ്ചയാണ്. ചെറിയ കാര്യങ്ങൾക്കും ആളുകളെ സന്തോഷമാക്കാനും ഉദ്യോഗസ്ഥരെത്തിയതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും റിയ, അതെന്തായാലും സന്തോഷകരമാണ്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ ഫോൺ എന്ന സ്വത്തിന് സംരക്ഷണം നൽകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.